മാറ്റി നിർത്തിയാൽ, ഒരു വാക്കിൽ പറഞ്ഞാൽ മതിൽ കെട്ടിയിട്ട് ഞങ്ങളുടെ കണ്ണിൽ നിന്നവരെ അകലെ നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം എന്ന് മക്ക ഖുറൈശികളായ തറവാടികളായ സവർണന്മാരായ ആളുകൾ ഹബീബായ നബി തങ്ങളോട് ആവശ്യം പറഞ്ഞപ്പോ, ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിൽ നിന്ന് ചേരിയിലെ പാവപ്പെട്ടവനെ മതിൽ കെട്ടി വേദിരിച്ചതുപോലെ മുഹമ്മദേ, അക്കാലത്ത് ആ സ്ഥാനത്ത് ഇന്ന് അഹമ്മദാബാദിലെ സാധുക്കളാണെങ്കിൽ നൂറ്റാണ്ടുകൾക്കും ആ സ്ഥാനത്ത് സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, ചപ്രച്ച തലമുടിയുള്ള ബിലാൽ, കറുകറുത്ത ചുണ്ടുകളുള്ള ബിലാൽ, എണ്ണ കറുപ്പുള്ള ബിലാൽ, ഉമയ്യത്തിന്റെ ചാട്ടവാറുകളേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് ഇസ്ലാമിന് വേണ്ടി അല്ലാഹു അഹദ് എന്ന് വിളിച്ച് ഈ ദീനിന്റെ പ്രാമാണിക തത്വത്തിൽ പിടിച്ചു നിന്ന ബിലാൽ, ആ ബിലാലായിരുന്നല്ലോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, മഹാനായ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പാവങ്ങളെ ആട്ടിയോടിച്ചിട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ വരരുതെന്ന് പറഞ്ഞപ്പോ, സഹോദരാ ചുരുക്കി പറയട്ടെ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന സമാന സംഭവം ബിഫോർ 1400 years ago, 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ രാജാവിനോട് വന്ന് പറഞ്ഞപ്പോ, ഏത് രാജാവ് എതിര് പറയാൻ ഒരാൾ പോലുമില്ല, എഴുന്നേറ്റ് നിന്ന് വിലക്കാൻ ഒരാൾ പോലും വരാത്ത രാജാവിനോട്, കൽബിന്റെ രാജാവിനോട് പറഞ്ഞപ്പോ, അനുയായികളുടെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ സിംഹാസനം കെട്ടിയ രാജാവല്ല, അനുയായികളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ രോമാഞ്ചത്തിന്റെ കൂടാരം കെട്ടിയ പ്രണയത്തിന്റെ രാജാവ് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ നബി തങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, അല്ലാഹുവേ, ഈ പറയുന്നത് ഒരല്പനേരത്തേക്കൊന്ന് അനുസരിച്ചാലോ? ഇവിടെയാണ് ഇസ്ലാമിന്റെ സൗകുമാര്യം. ബിലാലിനെയും അമ്മാറും അടക്കമുള്ള ചേരി പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവർ ഒരല്പനേരത്തേക്കൊന്നു മാറ്റി നിർത്തിയാൽ, അബൂജഹൽ ഇസ്ലാമിലേക്ക് വന്നാൽ, ഉത്ബത്ത് വന്നാൽ, ഷൈബത്ത് വന്നാൽ, മക്കയിലെ പ്രാമാണികമായ ഗോത്ര തലവന്മാരായ ഇവര് വന്നാൽ പൂർണ്ണമായിട്ടും അനുയായികളും ഇസ്ലാമിലേക്ക് വരുമല്ലോ. അന്ന് ഇസ്ലാമിന് അനുയായികൾ കുറവാണ്. ഒരല്പനേരത്തേക്ക് ഈ പാവപ്പെട്ടവരായ ആളുകളെ ഒന്ന് മാറ്റി നിർത്തിയാൽ വേണ്ടില്ല, ഇസ്ലാമിനത് ഗുണകരമാണല്ലോ എന്ന് ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ, ഹൃദയാന്തരാളത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നതേയുള്ളൂ. ആ സമയത്താണ് ഇവരുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ റൂമിന്റെ മുമ്പിൽ ഒരു സലാം കേട്ടത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അത്ഭുതത്തോടെ നോക്കുമ്പോ തന്റെ വീടിന്റെ വാതിലിൽ വന്നിട്ട് സലാം പറയുന്നുണ്ട്. ആരാണ് സലാം പറയുന്നതെന്നറിയോ? പാവപ്പെട്ടവനായ ദരിദ്രനല്ലെന്ന് മാത്രമല്ല, രണ്ട് കണ്ണുകളുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം എല്ലാ ദിവസവും ഹബീബായ നബി തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് ആ നറുമണമൊന്ന് ആസ്വദിക്കാറ് ഇബ്നു ഉമ്മു മക്തൂമിന് ദിനങ്ങൾ മുമ്പോട്ട് പോവുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമ്മു മക്തൂമിനെ കണ്ടപ്പോ അബൂജഹലും കൂട്ടരും ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ വാതിൽ പുറത്ത് കണ്ടപ്പോ ഇവരെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചാണല്ലോ ഇവര് ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം വന്നുവല്ലോ. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു പോയി. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം ഈ സമയത്ത് വരേണ്ടിയിരുന്നില്ല. ആരെയാണോ ആട്ടിയോടിക്കണമെന്ന് പറയുന്നത്, ആരെയാണോ മതിൽ കെട്ടി അപ്പുറത്താക്കണമെന്ന് പറയുന്നത്, അതേ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് വരുന്നത്. ദരിദ്രനായ പാവപ്പെട്ടവനായ രണ്ട് കണ്ണുകളെ കാണാൻ കഴിയാത്ത മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല
തആലാഹുവിനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞുപോയി. ഹബീബായ നബി തങ്ങളുടെ മുഖമൊന്ന് ചുളിഞ്ഞുപോയി. ഛേ, വേണ്ടായിരുന്നു, ഒരൽപ്പം കഴിഞ്ഞിട്ട് വന്നുകൂടായിരുന്നു എന്ന് വെളിയിൽ കാണിച്ചില്ല. മനസ്സിലൊരു ചിന്തയുണ്ടായിട്ട് മുഖത്തിനൊരു ഭാവവ്യത്യാസം വന്നപ്പോ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാ. സാധാരണ സലാം പറഞ്ഞാൽ ഉടനെ തന്നെ മറുപടി വരാറുണ്ട്. കുറെ സമയമായിട്ട് ഹബീബായ നബി തങ്ങളുടെ മറുപടി വരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന് എന്നോട് അനിഷ്ടമായോ? എന്തേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് കാണില്ലല്ലോ, അന്ധനാണ്. സാധാരണ ആ വീടിന്റെ വാതിലിൽ ചെന്ന് സലാം പറഞ്ഞാൽ ഓടി വന്ന് സലാം മടക്കിയിട്ട് തന്റെ കയ്യിൽ പിടിച്ചിട്ട് അന്ധനായ തന്നെ കൊണ്ടുവന്ന് അടുത്തിരുത്തുന്ന ഹബീബാണല്ലോ. എന്തേ ഹബീബ് വന്നെന്റെ കൈ പിടിക്കാത്തത്? അല്ലാഹുവിന്റെ ഹബീബിനെ ആനയിച്ചു കൊണ്ടുപോകാത്തത്? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയായി. ഒരു വല്ലാത്ത ചരിത്രമാണിത്. ഈ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മിസിസ് ആനി ബസന്റ് പറഞ്ഞത്, ഈ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി നിർമ്മിച്ചതല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ സൂറത്ത് തന്നെയാണ്. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ആനി ബസന്റ് പോലും പറഞ്ഞിട്ടുണ്ട്, ലോക ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണിത്. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിന്റെ ഹൃദയത്തിന് വേദനയായി. പക്ഷേ പാവപ്പെട്ട അന്ധനായ ദരിദ്രനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിന്റെ ഹൃദയം വേദനിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന പാവപ്പെട്ട ദരിദ്രന് അല്ലാഹുവിലേക്ക് അത്രയും അടുത്ത അടിമയാ, പടച്ച റബ്ബിന് അത്രമേൽ ഇഷ്ടപ്പെട്ട അടിമയാ. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന് ഭാവവ്യത്യാസമുണ്ടായി. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങുകയാ. ഇന്ത്യ രാജ്യത്തിന്റെ ചേരിപ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവനെ രാജ്യത്തലവന് വേണ്ടി വേലി കെട്ടി മറച്ച ഭരണാധികാരികൾ കേട്ടുകൊള്ളുക. അറേബ്യയുടെ ഭരണാധികാരിയെ ഉടമസ്ഥൻ ശാസിക്കുകയാണ്, നബിയെ വേണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സൂറത്ത് ഇറങ്ങി മുഅ്മിനേ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ. അബസ വതവല്ല, നബിയെ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയെ? അനിഷ്ടം കാരണത്താൽ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയ നബിയെ. അൻജാഹുൽ അഅമാ, ഒരന്ധനായ പാവപ്പെട്ടവനായ സഹാബി അങ്ങയുടെ മുമ്പിലോട്ട് വന്നപ്പോ നബിയെ എന്തിനാണ് അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയത്? അൽ അഅമാ, അലിഫ് ലാം ഇട്ടിട്ട് മഅരിഫയാക്കി പറഞ്ഞ ആ അന്ധനാരെന്നറിയോ? അൽ അഅമാ എന്ന് പറഞ്ഞൊരു മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. വേണ്ട നബിയെ വേണ്ട. ഈ ഖുറൈശി സമ്പന്ന പ്രഭു കോടീശ്വരന്മാരുടെ സമ്പത്തും അധികാരവും വേണ്ട നബിയെ. ആ സമ്പന്നന്റെ മേൽവിലാസം വേണ്ട. സമ്പന്നന്മാരുടെ പ്രീതിക്ക് വേണ്ടി പാവപ്പെട്ടവനെ അകച്ചു നിർത്തണ്ട നബിയെ. കല്ലാ നബിയെ വേണ്ട, നബിയെ വേണ്ട. കല്ലാ വേണ്ട നബിയെ വേണ്ട. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ശാസിക്കുകയാണ്. ആരെയാണ് വഴക്ക് പറയുന്നത്? ഈ ലോകം മുഴുവനെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഈ റജബിന്റെ പുണ്യമായ ഒരു രാത്രിയിൽ സപ്തവാനങ്ങളെ താണ്ടിക്കടന്ന് അതിശീഘ്ര ഗമനവാഹനമായ ബുറാക്കിൽ കയറി പരലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ കാണിച്ചു കൊടുത്ത് അർശിനെ അടുത്തു കൊണ്ടുവന്നിരുന്ന് എല്ലാ അപദാനങ്ങളും സൗഭാഗ്യങ്ങളും കൊടുത്ത ലോകത്തിന് തന്നെ അല്ലാഹു
അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബ്, അവിടുത്തെ ഹബീബ് നമ്മുടെ തബീബ്, നമ്മുടെ ഖൽബിന്റെ തബീബ് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്, നബിയേ ഇന്നഹു തദ്കിറ, കല്ലാ വേണ്ട നബിയേ, ചെയ്തത് മോശമായി പോയി. ആ പാവപ്പെട്ട ഉമ്മു മക്തൂമിനെ അവഗണിക്കേണ്ടിയിരുന്നില്ല, ആ പാവപ്പെട്ടവനെ അകറ്റി നിർത്തേണ്ടിയിരുന്നില്ല. ഒരൽപ്പം കൂടി കടന്നു പറയുകയാ, ഇന്നഹു തദ്കിറ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നബിയേ. ഇനി മേലാൽ പാവപ്പെട്ടവനെ അകറ്റി നിർത്തുന്നതിനെ കുറിച്ച് അങ്ങയുടെ കൽബിലൊരു ചിന്ത പോലും വരണ്ട നബിയേ. ആരോടാണ് പറയുന്നത്? ഈ സൂറത്ത് എടുത്തിട്ടാണ് ആനി ബസന്റ് പോലും പറഞ്ഞത്. ഈ ഖുർആൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥമല്ലെന്നതിന് ഏറ്റവും വലിയ തെളിവ് അല്ലാഹു മുഹമ്മദിനെ ശാസിച്ചുവല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ സഹോദരി, ഞാൻ ഈ അഭിനവകാല ലോകത്തിന്റെ ഭരണകർത്താക്കളുടെ മുമ്പിൽ പാവപ്പെട്ടവനെ ആട്ടിയോടിക്കുമ്പോ അല്ലാഹു കൃത്യമായ ഖുർആനിൽ ഇപ്പോഴും ഒരു സൂറത്തുണ്ട്. ഓരോ ഭരണാധികാരികളും വായിക്കട്ടെ. അവസാനം വരെ ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലയായ പാവപ്പെട്ടവരായ തൊഴിലാളികളുണ്ടല്ലോ, പാവപ്പെട്ട ദരിദ്രരുണ്ടല്ലോ, സമൂഹത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, അവരാട്ടിയോടിക്കപ്പെടേണ്ടവരല്ല എന്ന് ലോകാവസാനം വരെ പറഞ്ഞ അധ്യായമാണ് സൂറത്തുൽ അബസ. ആ ഒരൊറ്റ അധ്യായം മതി പാവപ്പെട്ടവനെ ആട്ടിയോടിക്കരുത് എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദ് ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അബസ, അത് മാത്രം മതി. പാവപ്പെട്ടവനെ വേലികെട്ടി തിരിക്കാനുള്ളതല്ല, പാവപ്പെട്ടവനെ കണ്ണിൽ നിന്ന് മറയ്ക്കാനുള്ളതല്ല. പിന്നെ പാവപ്പെട്ടവനാണ് അവൻ നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തേണ്ടവനാണ്. അള്ളാഹു നമ്മളെ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. പാവപ്പെട്ടവനെന്നും അകലെയാണ്. 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ നടക്കുമ്പോ ഹിസ്റ്ററിയിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? ചോദ്യം എന്താ? താജ്മഹൽ നിർമ്മിച്ചതാരാണ്? എന്താ ഉത്തരം? താജ്മഹൽ നിർമ്മിച്ചതാരാ? ഇന്ന് ട്രംപും ഭാര്യ മിലാനയും കൂടെ പോയത് താജ്മഹലിലാണ്. ശരി, ആയിക്കൊള്ളട്ടെ. താജ്മഹൽ നിർമ്മിച്ചതാരാ? ഷാജഹാൻ. ഉത്തരം ശരിയാണോ? താജ്മഹൽ നിർമ്മിച്ചത് തൊഴിലാളികളല്ലേ? താജ്മഹൽ എന്ന മനോഹരമായൊരു കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിന്റെ പുറകിലാരാ? ഇന്നാ കാണുന്ന സർവ മനോഹാരിതയും അതിന്റെ പുറകിലെ വൈദഗ്ധ്യമാരാ? അത് നിർമ്മിച്ച തൊഴിലാളിയാണ്. ഒരു മനോഹരമായ വീട്, ആ വീട് ഉടമസ്ഥന്റെ മികവ് കൊണ്ടല്ലോ, രാപകലില്ലാതെ പണിയെടുത്ത പാവപ്പെട്ട തൊഴിലാളിയുടെ കരകൗശലം കൊണ്ടല്ലേ ആ വീട് മനോഹരമായത്. അപ്പോൾ താജ്മഹൽ നിർമ്മിച്ചതാരാ? പാവപ്പെട്ട തൊഴിലാളികൾ എന്നൊരാൾ ഉത്തരം എഴുതിയാൽ അവന്റെ മാർക്ക് ഇല്ല. താജ്മഹൽ എഴുതിയാൽ താജ്മഹൽ നിർമ്മിച്ചതാരാ? ഷാജഹാൻ എന്നെഴുതിയാൽ 5 മാർക്ക്, തൊഴിലാളി എന്നെഴുതിയാൽ 0 മാർക്ക്. അതാണ് നമ്മുടെ വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായി പോലും പാവപ്പെട്ടവനെ അവഗണിച്ച് കളയുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. എന്നാൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും സ്നേഹിക്കേണ്ടതാരെയാ? ഇസ്ലാമിന്റെ പാഠം. ഇന്നിപ്പോ ഈ വിഷയം പറയാതെ ലോകാവസാനം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്ന് പറയേണ്ട വിഷയം ഏതാ? ഞാൻ ഒരു വിഷയത്തിനും പേര് കൊടുക്കാതെ അന്ന് എന്താണോ നടക്കണം അന്ന് പറയണം. ഇന്ന് ട്രംപ് മഹാനവറുകൾ വന്നിട്ട് പോകുമ്പോ ഇസ്ലാമിന്റെ ഈ പ്രമാണത്തെ എല്ലാവരും അറിയട്ടെ. യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കേണ്ടതാരെയാ? ആരെ നമ്മൾ സ്നേഹിക്കുക? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാണ് എന്റെ മുഅ്മിനീങ്ങളെ? നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതാരെയാ? സമ്പന്നനെയാണോ? ആണോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഈ 11 മണിക്ക് വാള് കേൾക്കാൻ വേണ്ടി വന്നിട്ട് ഇമ്മാതിരി ഇരിപ്പിരുന്നാല് വാള് വരൂല. ഭരണത് തന്നെ 10:30 മണിയാകുമ്പോഴേ വരൂ. 10:30 നിങ്ങൾ വന്നാൽ 11 മണിക്ക് വാള് തുടങ്ങും. ഈ ശൈലി മാറ്റണം, മാറ്റിയേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഒരു ഇൻഷാ അല്ലാഹ് പറയും. നിങ്ങൾ ഈ 10 മണിക്ക് വാള് തുടങ്ങി 1 മണി വരെ വാള് പറഞ്ഞ് സുബഹി നിസ്കരിച്ചാൽ തന്നെ 1 2 റക്അത്താണോ എന്ന് സലാം വീട്ടും ഓർമ്മയുണ്ടാവില്ല. ഒരു ഹാലിലൊരു നിസ്കാരാണ് പറയണേ. എനിക്കത് വേണ്ടേ, നിങ്ങൾക്കത് വേണ്ടേ? വാള് കേൾക്കാൻ വന്ന് സുബഹിക്കില്ല. എന്താ കഥ? വാള് കേൾക്കല് സുന്നത്താണ്, നിസ്കരിക്കല് ഫർളാണ്. പണ്ട് കള്ള് ഷാപ്പിൽ ഒരാൾ മുസ്ലിമായിരുത്താൻ കള്ളു കുടിക്കാൻ പോയി. സപ്ലയറോട് കള്ളു കുടിച്ചോണ്ടിരുന്നപ്പോ ചോദിച്ചു, ഇതിന്റെ കൂടെ ടച്ചിങ്സ് ആയിട്ടൊന്ന് തൊട്ട് നാവിൽ തൊടാൻ എന്തുണ്ടെന്ന്. അപ്പൊ സപ്ലയർ പറഞ്ഞു, നല്ല ഞണ്ടിന്റെ കറിയുണ്ടെന്ന്. അപ്പൊ മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹ് അത് വേണ്ട, അത് നമ്മുടെ മദ്ഹബി കറാഹത്താണ്. കള്ളു കുടിച്ച ആള് പറയാണ് ഞണ്ട് വേണ്ട, കറാഹത്താൻ. അത് മാതിരിയാണ്. വാള് കേൾക്കാനുണ്ട്, ദുആ പറയുമ്പോ കണ്ണീരൊലിപ്പിച്ച് ആമീൻ പറയാനുണ്ട്. പക്ഷേ സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനന്നൗം പറഞ്ഞപ്പോ നമ്മൾ കരിമ്പടത്തിന്റെ ഉള്ളിലാണ്. എന്ത് കഥ? ഏത് കഥ? ഒരു കഥയും വേണ്ട മുഅ്മിനീങ്ങളെ. ഈ ഉറൂസിന് 18 ദിവസം ബാഡ്ജും ധരിച്ചിട്ട് എല്ലാത്തിനും ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ സ്വർഗം നിസ്കാരമില്ലാതെ കിട്ടൂല. അക്കാര്യത്തിൽ ആർക്കും അമ്മാതിരി ഒരു ചിന്ത വേണ്ട. ഇതിന്റെ കൂടെ നിസ്കാരം വേണ്ടേ? സുന്നത്ത് വേണ്ടേ? 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 അല്ല, അങ്ങനെ വല്ല മദ്ഹബ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? കാരണം പല പല മദ്ഹബുകളും തരീക്കത്തുള്ള കാലമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരു തരീക്കത്തുണ്ട്. ഷെയ്ഖ് പറഞ്ഞത് ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കണ്ട, അള്ളാനെ ഓർത്താൽ മതി എന്ന്. എവിടെ വെച്ചാണോ ബാങ്ക് കേട്ടത് അവിടെ ഒരു അല്പനേരം വണ്ടി നിർത്തിയിട്ട് മനസ്സിലൊന്ന് ഓർത്താൽ മതി. വാക്കിമി സ്വലാത്തൽ ദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് സ്മരണ മതി എന്നാണ് ആ തരീക്കത്തിന്റെ ഷെയ്ഖിന്റെ അഭിപ്രായം. നിസ്കരിക്കാൻ പള്ളിയിൽ പോകണ്ട, ഒതു എടുക്കണ്ട. ബാങ്ക് വിളിക്കണ സമയത്ത് ഒരു 30 സെക്കൻഡ് അള്ളാനെ ഒന്ന് ഓർത്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അയാൾ ബയ്യത്ത് ചെയ്യാൻ ചെറുപ്പക്കാരെ തിരക്കാം. കാരണം കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂല്ലോ. ചില തരീക്കത്തിന് ബയ്യത്ത് ചെയ്യാൻ ഭയങ്കര ആളാ. എന്തുകൊണ്ട്? പെണ്ണിനെ തൊടാം, പാട്ട് പാടാം, കെട്ടിപ്പിടിക്കാം, ആടാം എന്നാ പറയുന്നത് ഷെയ്ഖാണ് താനും. അതിനാള് കൂടും. കാരണം അവന്റെ ആഗ്രഹവും നടക്കും, അംഗവും കാണാം, താളി ഓടിക്കാം. മോനെ, കളിയൊന്നും കളിയല്ല, ഇതൊന്നുമല്ല. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനേതാ. ആ ദീനെന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഉറക്കപ്പറ തവസ്സൽ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ്. ഉറക്ക ചൊല്ലി. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله صلاة الله. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങൾ ധാരാളമായിട്ട് ദുആ ചെയ്യാറില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയവും ചെയ്യുന്ന ഒരു ദുആ ഉണ്ടായിരുന്നു. ആ ദുആ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് എന്നെ നോക്കി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്. ഞാൻ 11:30 പകൽ നിർത്തും, അത് വേറെ കാര്യം. എപ്പോൾ തുടങ്ങിയാലും വേണ്ടൂല, 11:30 തുടങ്ങും. പണ്ടാരോ പറഞ്ഞ മരിച്ചാലും മരിച്ചില്ലെങ്കിൽ അസർ നടക്കുമെന്ന് പറഞ്ഞ മാതിരി തീർന്നാലും തീർന്നില്ലെങ്കിൽ 11:30 കയറും. എനിക്ക് ഈ ഹിസാബ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അഹങ്കാരം പറയണമല്ല, ആകെ ഒരു ഇത്തിരി അമലേ ഉള്ളൂ. അതിന് വഅ്ള് പറഞ്ഞിട്ട് ആളുകളുടെ സുബഹിയും കൂടെ മുടക്കി തീർത്താല് പിന്നെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഉള്ളത് കൊണ്ട് രക്ഷപ്പെടണ്ടേ? അപ്പൊ കുറച്ച് പറഞ്ഞാൽ മതി. ഖൈറുൽ കലാമി മാ കല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാവാത്ത അർത്ഥദ്യോതകവും ആശയ സമ്പുഷ്ടവും അർത്ഥവൈപുല്യവുമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെ.
ഉസ്താദന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരട്ടെ, നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന സാറൊന്നും അല്ലാട്ടോ ഞാൻ. അവരൊക്കെ അറിവിന്റെ വലിയ ഗോപുരങ്ങളാണ്. നമ്മൾ അറിവിന്റെ ബാലാരിട്ടതകൾ കഴിയാത്ത ഒരു പാവപ്പെട്ടവൻ. എന്നാൽ ഒരു ദുആ ഏറ്റവും പ്രസക്തമാണ്. ആ ദുആ ഭരണാധികാരികൾ കേൾക്കണം. മദീനയുടെ ഭരണാധികാരി എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു അത്രേ. ആ ദുആ പഠിപ്പിച്ചത് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആവോ നിങ്ങൾ? അങ്ങനെ ഉറപ്പുള്ളവർ കൈപൊക്കി നോക്കട്ടെ. ആ കൈയുള്ളവർ പൊക്കി മനുഷ്യന്മാർ. ആ താഴ്ത്തി ഉറക്കം പോവാനാ, വേറൊന്നുമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ ഉണ്ടായിരുന്നു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂനീൻ. മദീനയുടെ നേതാവായ രാജാവായ ഒരു ഭരണാധികാരി എപ്പോഴും ചെയ്ത ദുആയായിരുന്നു അത്രേ. ഈ പാവപ്പെട്ടവനെ മതിൽ കെട്ടി മറയ്ക്കുന്ന ഭരണാധികാരികളോട് പറപ്പിച്ചു കൊടുക്കണം. 1400 വർഷം മുമ്പ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പടച്ചതമ്പുരാനോട് മനമുരുകി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. വതർക്കൽ മുൻകറാത്തി, വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ, ശപിക്കപ്പെട്ട കാര്യങ്ങൾ, എല്ലാവരും അശ്ലീലമെന്ന് പറയുന്ന വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം എന്നിൽ നിന്ന് നീ മാറ്റി നിർത്തണേ അല്ലാഹ്. മാത്രമല്ല വഹുബ്ബൽ മസാകീൻ, പാവങ്ങളോടുള്ള ഹുബ്ബനിക്ക് നൽകണേ അല്ലാഹ്. മുത്തുനബിയേ അങ്ങേക്കായിരം സലാം നബിയേ. മദീനയുടെ പച്ചക്കുബ്ബയുടെ താഴെ പച്ചപ്പക്ഷിയുടെ പട്ടി നിറത്തേക്കാൾ മനോഹരമായി അന്ത്യവിശ്രമം കൊണ്ട ഞങ്ങളുടെ ആത്മാവിന്റെ നേതാവേ, ഞങ്ങളുടെ കൽബിന്റെ രാജാവേ നബിയേ, അങ്ങേക്കായിരം സലാം. ഏതും മനുഷ്യനാണ് ഇങ്ങനെ ഒന്ന് ദുആ ചെയ്യാൻ കഴിയുക? വലിയ മനസ്സുള്ളവർക്കല്ലാതെ ദുആ ചെയ്യാൻ കഴിയോ? അല്ലാഹുവേ, വഹുബ്ബൽ മസാകീൻ, പാവപ്പെട്ടവരെ എനിക്ക് ഹുബ്ബ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, എനിക്ക് പാവപ്പെട്ടവരോട് ഹുബ്ബ് നൽകണേ അല്ലാഹ്. സഹോദരാ, ഇതൊരു വലിയ ദുആയാണ്. നമുക്ക് പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടോ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെ ഹബീബാണെന്ന് പറയണം. നമ്മൾ പറയാറുണ്ടോ? ഇവിടുത്തെ MP എന്റെ കൂട്ടുകാരനാണ്, മന്ത്രി എന്റെ കൂട്ടുകാരനാണ്, ആ കോടീശ്വരൻ എന്റെ കൂട്ടുകാരനാണ്. എന്നാൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആലിമീങ്ങൾക്ക് ഭക്ഷണം എടുത്തുകൊണ്ട് നടക്കുന്ന പാവപ്പെട്ടവനുണ്ടല്ലോ, ആ പാവപ്പെട്ടവനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെന്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നവരാരാണുള്ളത്? കിടക്കാൻ വടിയില്ലാണ്, സ്ത്രീധനമെന്ന ദുരാചാരത്തിന്റെ പേരിൽ മക്കളെ കെട്ടിച്ചു വിടാൻ വെള്ളിയാഴ്ച ചുമ്മാ കഴിഞ്ഞിട്ടിറങ്ങുന്നവരുടെ മുമ്പ് പള്ളിക്കോലാകളിൽ തുണി വിരിച്ചിട്ട് പിരിവെടുക്കുന്ന മിസ്കീനിനെ കാണുമ്പോ ഇവൻ എന്റെ ഹബീബാണെന്ന് പറയുന്നവരാരാ ഉള്ളത്? നമുക്കാർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ, പാവങ്ങളോട് എനിക്ക് ഹുബ്ബ് നൽകണേ റബ്ബേ. പാവപ്പെട്ടവരെ എന്റെ ഹബീബാക്കണേ അല്ലാഹ്. എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരാ, ദരിദ്രൻ എന്ന് പറയുന്നത് സ്നേഹിക്കാനുള്ളതാണ്. നമുക്ക് പാവപ്പെട്ടവരോട് സ്നേഹമുണ്ടോ? ആ മുതലാളി ഒരു സെൽഫി, അത്രയും വലിയ കോടീശ്വരൻ ഒരു സെൽഫി. എന്നാൽ പള്ളിയിലെ മുക്രിക്കാക്ക കല്യാണത്തിന് ലിസ്റ്റ് ഇട്ടു, ആരെ വിളിക്കണം? ആ ബിസിനസ്സുകാരനെ, ഈ ബിസിനസ്സുകാരനെ, അപ്പുറത്തെ ബിസിനസ്സുകാരനെ. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, പള്ളിയിലെ മുയിലിയാരിച്ച, ഓ അതിപ്പോ കല്യാണത്തിന്റെ തലേന്ന് ജുമയ്ക്ക് പോകുമ്പോ പറഞ്ഞാലും മതി, പള്ളിയിലെ മുയിലിയാരിച്ച കല്യാണത്തിന് വന്നോളൂ. ഇല്ലേ? ഇല്ലേ? നിങ്ങളുടെ മുഖം സത്യം പറയാനുണ്ട്, കണ്ണടയ്ക്കരുത്. ഓരോരുത്തരും പള്ളിയിലെ മുയിലിയാരിച്ച, അത് നമ്മൾ ശമ്പളം കൊടുത്ത് പള്ളി വെച്ചിരിക്കുന്ന ആളല്ലേ. സക്കാഫി എന്നെ ഇങ്ങനെ നോക്കൺ. ഇവിടത്തെ കഥയല്ല ഞാൻ ഈ പറയണത് കേട്ടോ, ഔട്ട് ഓഫ് ഓർഡറാണ്. പല വിധത്തിലുള്ള മനോഭാവമാണ്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആൾ, അയാള് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാരാ?
പള്ളിയിലെ മുക്രി. ബംഗാളിക്ക് പോലെ 850. 5 നേരം ബാങ്ക് വിളിക്കുന്ന മുക്രിക്ക് 350. അതായിട്ട് തന്നെ 10 വർഷമായിട്ട് ആ ശമ്പളത്തിൽ ഒരു മാറ്റം ഇല്ല. പള്ളിയിലെ മുക്രിയുടെ ശമ്പളവും പള്ളിയിലെ മൂത്രപ്പരയിലെ ക്ലോസറ്റിലെ വെള്ളവും ഒരേപോലെയാണ്. ലാ യസീദു വലാ യൻഖുസ്. കൂടൂല കുറയൂല. യഥാർത്ഥത്തിൽ ആ ചടങ്ങിന് കല്യാണത്തിന് ആരെയൊക്കെയാ വിളിക്കുക? ഞാനിത് വെറുതെ ഡൊണാൾഡ് ട്രംപിന്റെ കാണാതിരിക്കാൻ മോദി മതിൽ കെട്ടിയ കഥ പറയാനല്ല പറഞ്ഞത്. നമ്മൾ മോദിക്കെതിരെ പറയും. നമ്മുടെ മനസ്സിൽ നമ്മൾ ആ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ കല്യാണങ്ങളിൽ എത്ര പാവങ്ങളെ നമ്മൾ അകറ്റി നിർത്തി? അയൽപക്കത്തിലുള്ള പാവങ്ങളെ നമ്മൾ അകറ്റി നിർത്തിയില്ലേ? ഇല്ലേ മനുഷ്യന്മാരെ? അത്രയ്ക്ക് സൂഹിക്കണില്ല അല്ലേ? സഹോദരാ, നമ്മുടെ പാവപ്പെട്ടവനെ നമ്മൾ അകച്ചു നിർത്തിയില്ലേ? ഈ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആഡംബര കല്യാണത്തിന് ലക്ഷങ്ങൾ വാരി പൊടി പൊടിപ്പിച്ചിട്ട് കൂട്ടുകാർക്ക് ബിയർ വിളമ്പിയും. മോനെ, ഹറാമല്ലേടാ ബിയർ കഴിക്കല്? ഹറാമല്ലേടാ? മുസ്കിറിന്റെ കാര്യത്തിൽ ഇസ്ലാമിന്റെ നിയമം എന്താ? കസീറുഹു മുസ്കിറുഹു വഖലീലുഹു സവാ. അധികം കുടിച്ചാല് ലഹരി ഉണ്ടാക്കുന്ന സാധനം അതൊരൽപ്പം കുടിച്ചാലും ഹറാമ് തന്നെയല്ലേ? ചില കുട്ടികൾ പറയും ബിയർ കുടിച്ചാൽ കുഴപ്പമില്ല. മുസ്കിർ, അതായത് ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനം ഇസ്ലാമിന്റെ നിയമം ഏടാ? കുറെ ഉസ്താദ് ഒരു ഗ്ലാസ്സൊക്കെ ബിയർ കുടിച്ചാലും മസ്താവൂല്ല, കിക്കാവും. എന്താണ് അതിന് പറയാ? കുടിച്ചിട്ട് എന്താ പറയാ? ഓ, മുത്തക്കീങ്ങൾ ഇരിക്കണ ഇരിപ്പ് നോക്ക. അവര് കേട്ടിട്ടും കണ്ടിട്ടും തന്നെ ഇല്ല. ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരു കുപ്പി കുടിച്ചാലേ ലഹരി പിടിക്കൂ. ഒരു ഗ്ലാസ് കുടിച്ചാലൊന്നും കുഴപ്പമില്ല. മോനെ, അങ്ങനെയല്ല. കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന സാധനം അതൊരൽപ്പം കുടിക്കലും ഹറാമാണ്. ബിയർ ഹറാമാണ്. കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാവൂലേ? എനിക്ക് നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ മുഖം എന്റെ ചെറുപ്പക്കാരെ കണ്ടിട്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. സഹോദരാ, ബിയർ കുടിക്കുന്നത് പോലും ഹറാമാണ്. ഇത് കുറച്ചാണെങ്കിലും ഹറാമല്ലേ? ഇസ്ലാമിന്റെ നിയമം ലഹരി ഉണ്ടാക്കുന്ന വസ്തു കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാകുന്ന വസ്തു അത് കുറച്ചു കുടിക്കാനും ഹറാമാണ്. നമ്മുടെ കല്യാണത്തിന്റെ ആർഭാടത്തിന്റെ ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ മറികടന്ന് ആർഭാടത്തിന്റെ കല്യാണങ്ങൾ നടത്തുമ്പോ സഹോദരാ, നമ്മുടെ വീടുകളിൽ മിട്ടാന ബോധനം വെച്ചിട്ട് അറബ് ഭക്ഷണത്തിന്റെ ശൈലി നമ്മുടെ കേരളത്തിലോട്ട് കടന്നു വന്നപ്പോ പണ്ട് കാലത്തുണ്ടായിരുന്ന കേരളീയ വിഭവങ്ങളൊക്കെ മാറി ആടിനെ നിർത്തിയത് ഖിയാമൻ വഖൂദം അലാ ദുനൂബിഹിം. ആടിനെ ഇരുത്തിയും നിർത്തിയും പാർശ്വങ്ങളെ മേലെ ചരിച്ചു കിടത്തിയിട്ടും 1000 വിഭവങ്ങൾ നമ്മുടെ ആർഭാടത്തിന് വേണ്ടി വാരി വലിച്ച് നമ്മൾ വിളമ്പുമ്പോ പാതിരാ സമയത്ത് ആടിക്കൊടുത്ത പെണ്ണുമാണുമൊക്കെ കഴിച്ചിട്ട് എച്ചിരി വിട്ടിട്ട് തിരിച്ചു പോകുമ്പോ എന്റെ സഹോദരാ, നീ ഓർത്തുവോ? നിന്റെ വീടിന്റെ വിശാലമായ മതിൽക്കെട്ടിന്റെ മറുഭാഗത്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പള്ളിക്കോലാകളിൽ വന്ന് കിടന്നുറങ്ങിയ കോരിച്ചൊരിയുന്ന മഴയത്ത് കിടന്നുറങ്ങാൻ തലച്ചായ്ക്കാനൊരു കൂരയില്ലാതെ കടത്തിണ്ണയിൽ വന്ന് വിറക് കൊള്ളുകളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന പാവപ്പെട്ട അയൽവക്കക്കാരനെ നീ മറന്നുപോയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, നിക്കാഹുകളിൽ ഏറ്റവും അല്ലാഹുവിന് വെറുക്കപ്പെട്ട നിക്കാഹ് ഏതെന്നറിയോ? അത് പാവപ്പെട്ടവനെ വിളിക്കാത്ത നിക്കാഹാണെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കുകയാ, നമ്മുടെ മക്കൾ ആഡംബരത്തിന്റെ വിവാഹം നടത്തുമ്പോ, നമ്മുടെ പെൺമക്കളുടെ വിവാഹം നടത്തുമ്പോ വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ പകട കളിക്കുന്ന സമുദായമേ, കയ്യും കാലും നിറച്ച് സ്വർണ്ണാഭരണമിട്ട് തന്റെ പ്രിയപ്പെട്ട മകളെ കല്യാണത്തിന്റെ ആർഭാടത്തിന്റെ സാന്നിധ്യത്തോട് നല്ല സുന്ദരമായ ബെൻസ് കാറില്, ഒന്നുകൂടി പറഞ്ഞാല് കാസർഗോഡൊക്കെ വിവാഹം കുറച്ചുകൂടി ആർഭാടമാണല്ലോ, ഏറ്റവും നല്ല മുന്തിയ ബെൻസ് കാറില് കൈ മുഴുവനും വളയും കഴുത്തു മുഴുവനും കുരിഞ്ഞു പോകുന്ന ഭാരത്തിലും മാലയും സ്വർണവുമിട്ട് നിന്ന മകള് പുതിയ ആപ്പിളയുടെ കൈ പിടിച്ചിട്ട് ബെൻസ് കാറിലേക്ക് കാലെടുത്തു വെക്കുമ്പോ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചെറ്റപ്പുരയിൽ പുരിമടയത്ത് തൊലിക്കുന്ന ചോർത്തൊലിക്കുന്ന ചെറ്റപ്പുരയിൽ ഇരുന്നിട്ട് 30 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണ സൗഭാഗ്യമില്ലാത്ത
റിക്ഷാവണ്ടിക്കാരനായ വാപ്പാന്റെ മോള് കൊച്ചു കുടിലിന്റെ ഓലക്കാതുകളുടെ ഇടയിലൂടെ തന്റെ തൊട്ടയൽ വെക്കത്തുള്ള പെറ്റിപൂർഷ മുതലാളിയുടെ മകൾ ഇങ്ങനെ കൈ നിറച്ച് സ്വർണ്ണമിട്ട് വിദേശ നിർമ്മിത കാറിൽ പുതിയ ആപ്ലയുടെ കൈ പിടിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ കാതിലോ കയ്യിലോ ഒരു തരി സ്വർണം പോലും ഇടാൻ കഴിയാതെ റിക്ഷാവണ്ടി വലിച്ചു വലിച്ച് തളർന്നു പോയ വാപ്പാന്റെ 30 വയസ്സുള്ള മകള് അവിടെ ഇരുന്ന് നെടുവീർപ്പിടുമ്പോ സഹോദരാ, പാവപ്പെട്ട എന്റെ മകളുടെ കല്യാണം നടക്കുമ്പോ എന്റെ ചുറ്റുവട്ടത്തുള്ള 5 പെൺകുട്ടികൾക്ക് 10 പവൻ കൊടുത്തിട്ട് ഞാൻ കല്യാണം കഴിച്ചു വിടാമെന്ന് കരുതുന്നവരെത്രയുണ്ട്? കുറെ ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്, എങ്കിലും ഭൂരിഭാഗം അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നരേന്ദ്രമോദിയെ മാത്രം പറയണ്ട, പാവപ്പെട്ടവനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭിത്തി കെട്ടിയവരാണ് നമ്മളും അവരുമൊക്കെ ഒരുപോലെ തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പരമനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളാ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ കല്യാണത്തിൽ എത്ര പാവങ്ങളെ ക്ഷണിക്കാറുണ്ട്, എത്ര പാവപ്പെട്ടവരെ വിളിക്കാറുണ്ട്. പള്ളിയിലെ ഖത്തീബിനെ വിളിക്കാറുണ്ടോ? ഇനി ഖത്തീബിനെ വിളിച്ചാലും, ഖത്തീബിനെ വിളിച്ചു, സദറിനെ വിളിച്ചു, മുഅദ്ദിൻ സാഹിബിനെ വിളിച്ചു. കാരണം എന്താ? ബാക്കവി എന്ന് വലിയ വാല് പറഞ്ഞതല്ലേ. അപ്പൊ പിന്നെ ആ പള്ളിയിൽ ഉസ്താദിന് ചോറെടുക്കണ ഒരു പാവപ്പെട്ടവനുണ്ടാവൂല്ലോ. ഇവിടെ ഇല്ല അത്. ഇവിടെ പള്ളിക്കലെ ഖത്തീബിന് ചോറ് നാട്ടുകാരനായ ഉസ്താദായത് കൊണ്ടില്ലാന്ന് തോന്നി അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലെ ഇമാമിന് ഭക്ഷണം എടുത്തോണ്ട് വരുന്ന ഒരാളുണ്ട്. ഒരു വലിയ ഇത്രയും തട്ടുള്ള ഒരു പാത്രം ഉണ്ടാവും, ട്രെയിൻ ഇത്രയും കമ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല, അത്രയും വലിയ ഒരു പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന് തരും. അദ്ദേഹത്തെ നമ്മൾ കല്യാണത്തിന് വിളിക്കാറുണ്ടോ? ഇനി അതില്ലെങ്കിൽ ഈ പള്ളിയുടെ മുറ്റം തൂത്ത് വൃത്തിയാക്കുന്ന ഈ പള്ളിയുടെ ഒരു ഖാദിമില്ലേ? അതുമില്ല ഇവിടെ. ഈ പള്ളിയുടെ മുറ്റം വൃത്തിയാക്കുന്ന ഒരു ആളുമില്ല. ഉണ്ടോ? ഇല്ല, ഇല്ല. പിന്നെങ്ങനെ ഇത് ഇത്ര മനോഹരമായിട്ട് കിടക്കുക? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു, ഇത്ര മനോഹരമായൊരു പള്ളിയുടെ മുറ്റം അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഈ ഒരു പുൽത്തകടിയും ഈ മനോഹാരിതയും ഇതിന്റെ ജമാഅത്തിന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ആരാണ് ഇതിന്റെ കാരണക്കാരെങ്കിലും. കാരണം നമ്മൾ തീരെ വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ പള്ളിയുടെ മുറ്റമാണ്. നമ്മുടെ വീട് വലിയ ഗാർഡനാണ്. അള്ളാന്റെ വീട്ടില് ഒരിച്ചിരി പച്ചപ്പും ഒരിച്ചിരി സൗന്ദര്യവും വേണ്ട. യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. ആദമിന്റെ മക്കളെ, സൂറത്തുൽ അഅറാഫ് ബാക്കവി ഓതുന്ന ഖുർആനാണ് എന്റെ മുഅ്മിനീങ്ങളെ. യാ ബനി ആദം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. എന്റെ പ്രിയപ്പെട്ട ആദമിന്റെ സന്തതികളെ, പള്ളിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ സൗന്ദര്യത്തോടെ പോകണേ. ഖുദൂ സീനത്തക്കും. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോ നിങ്ങളുടെ സൗന്ദര്യത്തോടെ പോകണം. എന്ന് പറഞ്ഞാൽ വെള്ളത്തുണി ഉണ്ടെങ്കിൽ കള്ളിത്തുണി എടുത്തിട്ട് നിസ്കരിക്കാൻ പോകാൻ പാടില്ല. പറഞ്ഞ കേട്ടോ മുഅ്മിനീങ്ങളെ? നമുക്ക് നല്ല വെള്ളത്തുണിയുണ്ട്, വെള്ളക്കുപ്പായുണ്ട്. അന്തിക്ക് അങ്ങാടിക്കിറങ്ങുമ്പോൾ നല്ല വെള്ളക്കുപ്പായവും വെള്ളമുണ്ടും. പള്ളിയിലേക്ക് പോകുമ്പോ കള്ളിത്തുണിയും കള്ളിക്കുപ്പായവും പറ്റൂല. ഇത് ലോകത്തിന്റെ ഉടമസ്ഥനെ കാണാൻ പോകാൻ. പള്ളിയിൽ പോകുമ്പോ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. പറഞ്ഞ മനസ്സിലായോ? പള്ളിയുടെ പരിസരം മനോഹരമായി സൂക്ഷിക്കണം. നമുക്കതൊന്നും പറ്റൂല. ഏത് പള്ളിയിലുള്ള ഏറ്റവും വലിയ വൃത്തികേടാതാണെന്നറിയോ? നമ്മുടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോയാൽ ആ പള്ളിയിലെ മൂത്രപ്പര നമ്മുടെ പരിപ്പെട്ടിട്ട് കയറാൻ പറ്റൂല. പള്ളിയുടെ മൂത്രപ്പരയെ കയറാൻ 10 ജോഡി ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടാവും. അതിനകത്തോട്ട് കാലങ്ങട് ഇട്ടാൽ അതേപടി ആ ചെരുപ്പിന്റെ വാറോട് കൂടി അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പോകും. കഴുകിയിട്ട് 30 ദിവസമായിട്ടുണ്ടാവും. എല്ലാരും ഇടുന്ന ചെരുപ്പ് അത് ഇട്ടോണ്ടാണ് പള്ളിക്കകത്തെ മൂത്രപ്പരയിൽ പോവുക. യഥാർത്ഥത്തിൽ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ചെരുപ്പല്ലേ? ആരുടെയൊക്കെ കാലിലിട്ട ചെരുപ്പാണത്? ഏതൊക്കെ ബാക്ടീരിയ അതിനകത്തുണ്ട്? കാലിന് അസുഖമുള്ളവരിട്ടിട്ടുണ്ടാവൂലേ? കാലിന് രോഗമുള്ളവരിട്ടിട്ടുണ്ടാവൂലേ? പല രോഗാണുക്കൾ ഉണ്ടാവൂലേ? ഇത്ര വൃത്തികേടായിട്ട് സൂക്ഷിക്കുന്ന ഒരു സാധനം പള്ളിക്കലെ ചെരുപ്പാണ്. അല്ലെങ്കിൽ പിന്നെ അത് ചെരുപ്പ് എല്ലാ ദിവസവും കഴുകി വെക്കണം. അല്ലെങ്കിൽ അവനാണ്ട് ചെരുപ്പിട്ടിട്ട് പോകാൻ അനുവാദം കൊടുക്കണം. ഇത് എഴുതി വെച്ചിരിക്കുകയാണ് പാദരക്ഷ ഇവിടെ വരെ മാത്രം. എന്നിട്ട് എല്ലാരും ഇട്ട് ചെരുപ്പ് ഇട്ട് ആ പായലും അതിനകത്തൊരു എന്താ പറയാ, അതിനകത്ത് കാല് ചവിട്ടിയാൽ ഒരു എന്താ ഇവിടെ എന്താ പറയാ, ഒരു വഴിക്കിലിയത്തുണ്ടാവും. ചവിട്ടിയാൽ അങ്ങനെ തെന്നിപ്പോവും. അതുകൊണ്ട് എന്തിനാ മനുഷ്യന്മാരെ ശുദ്ധി വേണ്ടേ? അതുകൊണ്ട് ഒന്നുകിൽ മൂത്രപ്പരയിലെ ചെരുപ്പെന്ന് കഴിവെക്കണം, അല്ലെങ്കിൽ അവനാന്റെ ചെരുപ്പിട്ടിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇത് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറയും.
അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. യഥാർത്ഥത്തില് സഹോദരാ, അപ്പോ ഈ പള്ളി വൃത്തിയാക്കുന്ന അടിച്ചു കളിക്കുന്ന ഒരു പാവപ്പെട്ടവനെ നമ്മൾ വിളിക്കുവോ? ഇല്ല. എന്നാൽ എന്റെ സഹോദരാ സഹോദരി, എന്നാൽ എന്റെ സഹോദരാ സഹോദരി, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം നിലനിർത്തത് ദരിദ്രന്മാരെ കൊണ്ടല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹു ഇസ്ലാമിനെ നിലനിർത്തിയത് ഈ ദരിദ്രന്മാരെ കൊണ്ടാ. ആരാ? മഹാനായ സയ്യിദുനാ ബിലാൽ. മഹാനായ സയ്യിദുനാ ബിലാൽ. സമ്പന്നന്മാരും കുടുംബ പ്രതാപികളും കോടീശ്വരന്മാരുമായ അബൂജഹലും അബൂലഹബും ഉത്തുബത്തും ശൈബത്തും അടക്കമുള്ള ആ മക്കയിലെ കോടീശ്വരന്മാർ അള്ളാഹുവിന്റെ തൗഹീദുമായിട്ട് വന്ന ഹബീബായ നബി തങ്ങളെ കല്ലെറിഞ്ഞോടിച്ചപ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞെളിഞ്ഞ കുടൽമാല ഹബീബായ നബി തങ്ങളുടെ കഴുത്തിലേക്ക് ഇട്ടപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട മകളെ കഴുത്തിന് പിടിച്ച് താഴേക്ക് വലിച്ചിട്ടപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അങ്ങയുടെ ചാരത്ത് ഞങ്ങളുണ്ട് നബിയേ. കൈകാലുകൾ വെട്ടിമുറിക്കപ്പെട്ടാലും തലയറിയപ്പെട്ടാലും നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വന്നാലും കരുമരത്തിൽ കിടന്നു തൂങ്ങിയാടുന്ന ഞങ്ങളുടെ ശരീരത്തിൽ കാക്കയും കടുകനും കൊത്തിപ്പറിച്ചാലും അങ്ങയെ വിട്ട് ഞങ്ങൾ പോല നബിയേ എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ ആദ്യകാലത്ത് ഈ ഇസ്ലാമിനെ നമ്മുടെ കൈവെള്ളയിലേക്ക് വന്നത് കോടീശ്വരന്മാരല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും ത്യാഗം സഹിച്ചത് ഈ ദരിദ്രന്മാരല്ലേ? അവർ രക്തമൊഴുക്കിയത് അവരുടേതല്ലേ? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മലത്തിക്കടത്തിയിട്ട് ചുറ്റുപെടുത്ത മണലാരണ്യത്തിൽ മലത്തിക്കടത്തിയിട്ട് പറഞ്ഞാലും തീരുമോ മുഅ്മിനേ? മുഅ്മിനത്തെ മലത്തിക്കടത്തിയിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ലെടുത്ത് വെച്ച് ബിലാലിന്റെ രണ്ട് കൈകളിലും ഈത്തപ്പന മരത്തിന്റെ കയറ് പിരിച്ചിട്ട് കെട്ടിവെച്ച് പാഞ്ഞു പോകുന്ന കുതിരയുടെ കാലിലേക്ക് ആ കയറിന്റെ മറുഭാഗം ബന്ധിച്ച് ചാട്ടവാർ അടിയേറ്റിട്ട് കുതിര കുതിച്ചു പായുമ്പോ ഈത്തപ്പന മരം കൊണ്ടിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കയറില് ബന്ധനസ്ഥനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിന്റെ കരിന്തലുകളിൽ തട്ടി മുറിവേറ്റു ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ തടം താല്യാ തുടങ്ങിയപ്പോ അവസാനം വേദന സഹിക്കാൻ കഴിയാതെ ഒരൽപ്പം വെള്ളമെന്ന് നിലവിളിച്ചപ്പോ ചുട്ടുപടുത്ത് കിടക്കുന്ന മണലാരണ്യത്തിലും മലന്ന് കിടക്കുന്ന വാളത്തിന് വേണ്ടി നിലവിളിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായുടെ ഭാഗത്ത് ചെന്ന് രണ്ട് കാലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അകത്തി വെച്ചിട്ട് ഉമയ്യത്ത് എന്ത് ചെയ്തെന്നറിയോ? വബാല ഫീ ഫമി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തില്ല മുഅ്മിനേ. അത്രമേൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചടിച്ചിട്ട് ശരീരത്തിലെ രക്തം ചിതറിത്തുളിക്കുമ്പോ ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനായ വറഖത്ത് ബിൻ നൗഫൽ വന്നിട്ട് പറഞ്ഞത്, ഉമയ്യത്തെ, നിങ്ങൾ ഈ കാണിക്കുന്നതിന് മാന്യതയല്ല. എന്തിനാണ് ഒരാൾക്കൂട്ടം ഒരു മനുഷ്യനെ ഇങ്ങനെ തല്ലി അവസനാക്കുന്നത്? വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ ഈ മർദ്ദനത്തിലെങ്ങാനും ബിലാൽ മരിച്ചു പോയാൽ നാളെ മക്കയിലെ പെണ്ണുങ്ങള് മനസ്സമാധാനത്തിനു വേണ്ടി ഈ ബിലാലിന്റെ ഖബറിന്റെ ചാരത്ത് തിരക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും ഉമയ്യാ എന്ന് മഹാനായ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞുവല്ലോ. സഹോദരാ, നിങ്ങളോട് ഏറെ പറയാനുള്ള സമയമില്ല. അല്ലാഹു നമുക്ക് തിരിച്ചറിവ് നൽകുമാറാകട്ടെ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ചുട്ടുപടുത്ത് കിടക്കുന്ന തീ കനലുകളിലേക്ക് മലർത്തി കടത്തിയിട്ട് നെഞ്ചിലേക്ക് ഭാരമുള്ള കല്ല് വെച്ചപ്പോ താഴെ ചുട്ടുപടുത്ത് കിടക്കുന്ന തീക്കനലുകള് ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ട് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനെ രണ്ട് കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് കാടക്കോടിയെ ചുട്ടെടുക്കുന്നത്
പോലെ രണ്ട് കാലിൽ പിടിച്ചു ചുട്ടുപടുത്ത് കിടക്കുന്ന തീക്കനലിലേക്ക് വെച്ച് മാംസം ഇങ്ങനെ വെന്തുരുകിയപ്പോ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് തന്റെ ഖമീസ് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് നബിയേ ശരീരത്തിൽ ഒരു തുണ്ട് മാംസമില്ല നബിയേ എന്ന് പറഞ്ഞിട്ട് ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്തിക്കരിഞ്ഞ പച്ചമാംസം കണ്ടപ്പോ കഅബാലയത്തിന്റെ മുറ്റത്തിരുന്ന ഹബീബിന്റെ കവിൾത്തടത്തിൽ ഈ കണ്ണുനീര് പൊട്ടിയൊലിച്ചില്ലേ? ഈ സമൂഹത്തിനു വേണ്ടി ഏറെ സഹിച്ചതാരാ? അവരെ ദരിദ്രന്മാരല്ലേ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹാ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹാ. നബിയേ, രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെ സ്മരണയിൽ മുഴുകുന്ന പാവങ്ങളുടെ കൂടെ അങ്ങ് നിന്നോ നബിയേ. സമ്പന്മാരുടെ പുറകെ പോകണ്ട നബിയേ. ഇനി ഈ ഒരു വിഷയത്തിന്റെ രണ്ടാം ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇത്ര നേരം ഞാൻ പറഞ്ഞത് ദരിദ്രന്മാരെ കുറിച്ചാണ്. ആരെ കുറിച്ച്? ദരിദ്രന്മാരെ കുറിച്ച്. പക്ഷേ എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? നബി തങ്ങളോട് പറഞ്ഞു, നബിയെ പാവങ്ങളെ സ്നേഹിച്ചോളി. എന്നാൽ എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? നിൽക്കാൻ പറയണ മനസ്സിലാവണില്ലേ? ഉറക്കം വരണുണ്ട? വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മളിങ്ങനെ കാസർഗോഡ് കാണുക? വല്ലപ്പോഴും. ഞാൻ വല്ലപ്പോഴും ഇപ്പൊ ഈ വർഷത്തെ അവസാനത്തെ പ്രസംഗം ഇനി കാസർഗോഡേക്കില്ല റമദാന് മുമ്പ്. ഇൻഷാ അല്ലാഹ് സഹോദര നോക്കൂ, ഉസാട്ട് നാരങ്ങ ഉസാട്ട് മുന്തിരിങ്ങ ഇമാതിരി പറഞ്ഞ് നടന്നാ മതി. എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? ഇനി റജബാണ്, നമുക്ക് ആത്മീയതയുടെ പാഠങ്ങൾ പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബിന്റെ പറ കണ്ടോ? ഇല്ല. ഏതായാലും റജബിലേക്കെത്തി. എല്ലാ ദരിദ്രന്മാരും ഇതിൽ പെടുവോ? ഇവിടെ ഖുർആൻ ഒരു നിബന്ധന പറയുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ സ്മരിക്കുകയും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും പടച്ചറപ്പിന്റെ ദിക്റിൽ മുഴുകുകയും ചെയ്യുന്ന ദരിദ്രന്മാർ. ദരിദ്രനാണ്, പക്ഷെ അല്ലാഹുവിനെ വഴിപ്പെടാത്തവനാണെങ്കിൽ അവൻ പിന്നെ കണക്കൻ. രണ്ടുപേരെ അല്ലാഹുക്ക് തീരെ ഇഷ്ടമല്ല. രണ്ടുപേരെ അല്ലാഹുവിന് ഒട്ടും ഇഷ്ടമല്ല. രണ്ടാളുകളെ പറഞ്ഞേരട്ടെ. അല്ലാഹു രണ്ടിനെ നമ്മളെ പെടുത്താതിരിക്കട്ടെ. അല്ലാഹു രണ്ടിനെ നമ്മളെ പെടുത്താതിരിക്കട്ടെ. രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹുവിന് ഒട്ടുമിഷ്ടമല്ല. ഒന്ന് വഫഖീറുൻ മുതകബ്ബിർ, അഹങ്കാരിയായ ദരിദ്രനെ. രണ്ടുപേരെ അല്ലാഹുക്ക് ഇഷ്ടമല്ല. അവരെ അല്ലാഹു തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഒന്നാമത്തെ ആൾ അഹങ്കാരിയായ ദരിദ്രൻ. കോടും ദാരിദ്ര്യമാണ്, ഒന്നുമില്ല കയ്യിൽ, എന്നാൽ അഹങ്കാരത്തിനൊരു കുറവില്ല. ഈ ദരിദ്രരെ പറയുമ്പോ എല്ലാരും അങ്ങ് ദരിദ്രന്മാര് സ്വർഗത്തിലാന്ന് കരുതണ്ട. പമ്പര ദരിദ്രനാണ്. ജീവിതത്തിൽ പ്രാരാബ്ധമുണ്ട്, പ്രയാസമുണ്ട്. നമ്മൾ പറയില്ല ഒരു ഗതിക്കും അറുഗതിയില്ല. എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. ഏത് കുഴപ്പത്തിനും അവനുണ്ട്, ഏത് അടിമക്കാണത്തിനും അവനുണ്ട്, വെള്ളിയാഴ്ച ജുമുഅടക്കാനും അവനുണ്ട്, എല്ലാ സാലിഹായ കർമ്മത്തിനും അവനുണ്ട്. അഹങ്കാരിയായ ദരിദ്രൻ. രണ്ട്. അല്ലാഹു നമ്മളെ അതിൽ പെടുത്താതിരിക്കട്ടെ. രണ്ട് പറയട്ടെ. രണ്ടാമത്തേത് വ്യഭിചാരിയായ വൃദ്ധൻ. വ്യഭിചരിക്കുന്ന വൃദ്ധൻ. തലമുടി നരച്ചു, താടി നരച്ചു, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, എന്നാലും ഇത് നിർത്തിയിട്ടില്ല, ഇപ്പണി നിർത്തിയിട്ടില്ല. ബാക്കി എല്ലാം അവന്റെ ശരീരം, തലമുടി നരച്ചു, താടി നരച്ചു, അവന്റെ ശരീരം മുഴുവന് ചുക്കിച്ചുളിഞ്ഞു, എന്നാലും
ഇക്കാര്യത്തിൽ ഒരു കുറവുമില്ല. സഹോദരാ, വൃദ്ധന്മാരെ ചിന്തിച്ചു കൊള്ളണേ. അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല, അള്ളാഹുവിന് വരെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് വാർദ്ധക്യം ഒരു തിരിച്ചറിവിൻ്റെതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, 25ാമത്തെ യുവത്വത്തിന്റെ കരികരുത്ത യുവത്വത്തിനൊരു തെറ്റ് ചെയ്യുന്നതിന്റെ ശിക്ഷയല്ല 40 വയസ്സായിട്ടൊരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് 25 വയസ്സിൽ ചെയ്തതിനേക്കാൾ ഇരട്ടി ശിക്ഷയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? അതോ ഇഷ്ടപ്പെടുന്നില്ലേ? ഒന്ന് പറമോ നിങ്ങളെ. 25ാമത്തെ വയസ്സിൽ യുവത്വത്തിന്റെ കരികരുത്ത ചെറുപ്പത്തില് അവര് തെറ്റ് ചെയ്തു. ആ ചെറുപ്പക്കാരന് കിട്ടുന്ന ശിക്ഷയല്ല 40 വയസ്സായ മധ്യവയസ്കൻ 40ാമത്തെ വയസ്സിൽ ചെയ്താൽ എന്റെ ഇരട്ടി ശിക്ഷയാ. കാരണം 25 അവന്റെ യുവത്വമാണ്. ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അടിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീല പടർപ്പിൻ കൊഴുപ്പും ചിദാനന്ദലപ്തിക്കും മറ്റെന്ത് വേണം എന്ന് പറഞ്ഞ് അവനിങ്ങനെ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ പായണ കാലമാണ് യുവത്വം. ഒരു യുവതി 25 വയസ്സുണ്ട്, ആ പെണ്ണിന് തെറ്റ് ചെയ്തു, അവർക്ക് ശിക്ഷയുണ്ടില്ല എന്നല്ല, ആ ശിക്ഷയല്ല 40 വയസ്സിൽ ചെയ്താൽ. 40 വയസ്സായാൽ ഏത് മനുഷ്യന്റെയും ജീവിതം മാറണമെന്നാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. വാക്കവി പറയണ മുഴുവൻ ഖുർആനാണ്. അത് പറഞ്ഞപ്പോൾ ഓരോരുത്തർ എഴുന്നേൽക്കുന്ന 40 ആയവരൊക്കെ. നീ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ഇരുന്നാ മതി. എവിടെ 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 ഖുർആൻ ഖുർആൻ. 40 ആയാൽ മുഅ്മിനീങ്ങളെ മാറണം, 40 ആയാലും മാറണം. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന ഖാല റബ്ബി ഔസിഗ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാ വഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഈ ദുആയുടെ അർത്ഥം നിങ്ങൾ പഠിച്ചോ? ഇന്നത്തെ വാള് നിങ്ങൾക്ക് മുതലാണ്, ഇന്നത്തെ ഈ പ്രസംഗം എനിക്കും അനുഗ്രഹീതമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞ ഏറ്റവും വലിയൊരു മാറ്റമാണിത്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. ഒരാൾക്ക് 40 വയസ്സെത്തിയാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാവണം. എങ്ങനെയാണ് മാറേണ്ടത്? 40 വയസ്സെത്തിയാൽ പടച്ചറപ്പിനോട് പറയണം, റബ്ബേ റബ്ബി ഔസിഗ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അലയ്യ. പടച്ചവനെ, ഇത്രയും കാലം നീ എനിക്ക് വാരിക്കോരി തന്ന അനുഗ്രഹത്തിൽ എനിക്ക് തൃപ്തിയാണ് അല്ലാഹ്. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹം കൊടുത്തുവല്ലോ അല്ലാഹുവേ. ഇനി എനിക്ക് 40 വയസ്സായി റബ്ബേ. ഇത്രയും നാളെ അടിച്ചു പൊളിച്ചെന്റെ ശരീരം പറഞ്ഞതൊക്കെ ആഗ്രഹിച്ചു ചിന്തിച്ചു നടന്നു റബ്ബേ. ഇതുവരെ മദ്യപിച്ചു റബ്ബേ, ഇതുവരെ കള്ളു കുടിച്ചു റബ്ബേ, ഇതുവരെ പലിശ വാങ്ങിച്ചു റബ്ബേ. പടച്ചവനെ, 40 എത്തിയല്ലോ, തലമുടി നരക്കാൻ തുടങ്ങി റബ്ബേ, ശരീരത്തിന് ആരോഗ്യം കുറയാൻ തുടങ്ങി റബ്ബേ. അതുകൊണ്ട് ഇനി എത്ര നാളുണ്ടെന്നറിയില്ല, ഇനി എത്ര വർഷം ബാക്കിയുണ്ടെന്നറിയില്ല. അതുകൊണ്ട് വഅനഅമല സാലിഹൻ തർലാ, ഇനി നിനക്കിട്ടപ്പെട്ട സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അല്ലാഹുവേ നിനക്കിട്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നിട്ട് റബ്ബേ വഅസ്ലിഹ് ലി ഫീ ദുർരിയതി, എനിക്ക് 40 വയസ്സായി റബ്ബേ. ഇനി അധ്വാനിക്കാൻ കഴിയില്ല, പഴയതുപോലെ ഓടിച്ചാടി നടക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഉണ്ടാക്കിയ കച്ചവടവും എന്റെ ബിസിനസ്സും എന്റെ വീടുമെല്ലാം നടത്തേണ്ടത് എന്റെ മക്കളാണ്. ആ മക്കൾ വളർന്നു റബ്ബേ. എന്റെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് 40 വയസ്സായോ റബ്ബിനോട് പറയണം, അല്ലാഹുവേ ഇന്നി തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു റബ്ബേ. പടച്ചവനെ, ഇനി ഒരു നല്ല മുസ്ലിമായി ജീവിച്ചോളാം അല്ലാഹ് എന്ന് തീരുമാനമെടുക്കേണ്ട സമയമാണ് 40 വയസ്സ്. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. സമയായ 40 കഴിഞ്ഞവരില്ലേ എന്റെ പൊന്നു മുഅ്മിൻ? എനിക്കും കഴിഞ്ഞു. വഖദ് ജാവസ്തു ഹദ്ദൽ 40, എന്നൊരു ശായർ പോയിട്ടുണ്ടല്ല. വഖദ് ജാവസ്തു ഹദ്ദൽ 40, 40ന്റെ പരിധി എനിക്ക് വിട്ടു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് 40 കഴിഞ്ഞു. 40 കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കേ, നോക്കട്ടെ. പടച്ചോനെ,
ഒന്ന് കൈവക്കി മനുഷ്യന്മാരെ. പടച്ചോനെ, ഈ താടി നരച്ചാക്കുന്ന 40 കഴിഞ്ഞില്ലേ, സന്തൂർ തേച്ചാ കുളിക്കുക. 40 കഴിഞ്ഞവരെ കൈവക്കാൻ പറഞ്ഞപ്പോൾ വലിയ വയോവൃദ്ധന്മാരൊക്കെ പൊക്കാതിരിക്കും. സന്തൂർ തേച്ചാ കുളിക്കുക, എന്നെ കണ്ട പ്രായം തോന്നിയില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാനീ പറയുന്നത് മോനെ, ജീവിതം കുറച്ചേ ഉള്ളൂ, അല്പകാല ജീവിതമേ ഉള്ളൂ. ആ സമയത്ത് 40 വരെ ഒരു പോക്കങ്ങോട്ട് പോവും. 40 ആയാൽ റബ്ബേ ഖുർആൻ പടച്ചോനെ, ഇനി നിനക്കിട്ടപ്പെട്ട ജോലി ചെയ്ത്, നിസ്കരിച്ച്, നോമ്പ് പിടിച്ച്, ദിക്ർ ചെയ്ത്, നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് എന്നെ ജീവിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യേണ്ട സമയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന് 40 വയസ്സുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷയല്ല 60 കഴിഞ്ഞിട്ട് ഒരാൾ ചെയ്താൽ. 60 കഴിഞ്ഞ ഒരാൾ തെറ്റ് ചെയ്തു, ഏറ്റവും വലിയ ശിക്ഷ ആർക്കാ? എന്താ പറയാൻ ഒരു മടി? മുമ്പിലിരിക്കുന്ന ഷെയ്ഖും ഫാനികളൊക്കെ ഒന്ന് പറയും. 60 കഴിഞ്ഞവർക്കാണ്. എന്തുകൊണ്ട്? നീ ഖബറിലേക്ക് അടുത്തവനാണ്, മരണത്തിലേക്ക് അടുത്തവനാണ്. പടച്ചോനെ, ഇത്രയും നാള് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു റബ്ബേ, ഇനി ഒരു വിത്തനയ്ക്ക് ഞാനില്ല, ഇനി ഫസാദിന് ഞാനില്ല, ഇനി പള്ളിയിലെ മുരിയാരെ കുറിച്ച് പറയാനും ഇല്ല, മുക്കരെ പുറത്തു കൊടുത്ത് പറയാനും ഇല്ല. 60 കഴിഞ്ഞു അല്ലാഹുവേ, പടിഞ്ഞാറോട്ട് കാല് നീട്ടിയിരിക്കാൻ, ഇനി എനിക്ക് നല്ലത് മാത്രം പറയാൻ തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. 60 കഴിഞ്ഞിട്ടും ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഭയാനകരമാണ്. ഷെയ്ഖുൻ സാനി, വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചുമ്മാ കഥ പറഞ്ഞു പോയാൽ പോരല്ലോ, മതിയോ? ചുമ്മാ കഥ പറഞ്ഞു പോയാൽ മതിയോ? ചരിത്രം മാത്രം പറഞ്ഞ് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ ഞാൻ ഓക്കെ, ഒരു ചരിത്രം ഇങ്ങനെ നീട്ടി പറഞ്ഞ അരമണിക്കൂർ പോകും. പക്ഷേ നാം ഒരു വഅദിന് വന്ന് ഇത്രയും ദൂരെ നിന്ന് ഞാൻ സഞ്ചരിച്ചു വന്നു, ഇത്രയും സമയം മുഅ്മിനീങ്ങളെ നിങ്ങൾ മാറ്റിവെച്ചു. തിരിച്ചിറങ്ങുമ്പോ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഇതുകൊണ്ടുണ്ടാവണം. എന്നാൽ എന്റെയും നിങ്ങളുടെയും ആഖിറം സലാമത്തിലാണ്. അല്ലാഹു നമ്മളെ അതിൽ പെടുത്തട്ടെ. ബിഹഖി തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ ബിഅഖിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖുമാ വമിൻ ഹമ്മി വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദീരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വന്നപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സദസ്, ആരുമില്ല. ഇപ്പം അൽഹംദുലില്ലാഹ് റാഹത്ത്. വന്നപ്പോൾ കറാഹത്തായിരുന്നു, ഇപ്പം റാഹത്തായി അൽഹംദുലില്ലാഹ്. ഇനി ഞാൻ നിൽക്കണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൂടെ ഒന്ന് ഇങ്ങോട്ട് ഇരുന്നാൽ കുറച്ചുകൂടി റാഹത്താവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. വളരെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുആയാണ്. നമ്മുടെ പ്രതീക്ഷ അതിലാണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്, എല്ലാ ദരിദ്രന്മാരെന്നല്ല, ദരിദ്രനായ അഹങ്കാരിയെ പടച്ച റബ്ബിന് ഇഷ്ടമല്ല, വയസ്സായിട്ടും വ്യഭിചരിക്കുന്നവനെയും പടച്ച റബ്ബിന് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ കാരുണ്യം അവർക്ക് കിട്ടുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വാർദ്ധക്യമെത്തിയിട്ടും തെറ്റു ചെയ്യരുത്. കാരണം സഹോദര, ഓരോ ദിവസവും ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവസ്ഥ എന്താ? മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മുമ്പിലൂടെ 60 വയസ്സുള്ള ഒരാൾ നടന്നു പോയത്രേ. മഹാനവറുകളോട് ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 60 സന, 60 വയസ്സായി. എത്ര വയസ്സ്? 60 വയസ്സായി. സമയായ നിർത്താ സമയായ ഇല്ലേ?
എന്നാൽ 60 വയസ്സായി. സഹോദരാ, ജീവിതത്തിൽ അനിവാര്യമായ മാറ്റത്തിന്റെ സ്ഫുടനമുണ്ടാവണം. ഫളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ 60 വർഷമായിട്ട് അല്ലാഹുവിന്റെ മരണത്തിലേക്ക് അടുക്കുകയാണല്ലേ? ആ മനുഷ്യൻ അന്തം വിട്ടുപോയി. മഹാനവറുകൾ ചോദിക്കുകയാണ്, സഹോദരാ, 60 വയസ്സായ സഹോദരാ, 60 വർഷമായി ഖബറിലേക്ക് നടക്കുകയാണല്ലേ? അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തായി പറയുന്നത്? അതേ, 60 വർഷമായി പടച്ചറപ്പിന്റെ ഖബറിലേക്ക് നടക്കുകയാ. ഓരോ വയസ്സ് കഴിയുന്നതും ഖബറിലേക്കുള്ള ദൂരം കുറയുകയല്ലേ? കൊടിയുന്നു കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. കൊടിയുന്നു കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. വീട്ടിലെ കലണ്ടറിൽ ഓരോ മാസത്തിനെയും പേപ്പർ ഇങ്ങനെ കീറിക്കളയുമ്പോ, സഹോദരാ, സഹോദരി, മുഅ്മിനേ, മുഅ്മിനത്തേ, നിന്റെ ആയുസിന്റെ ഒരു പേപ്പറല്ലേ കീറിക്കളഞ്ഞത്? എത്ര വർഷങ്ങളിലത്തെ കലണ്ടറുകൾ നമ്മൾ മാറ്റിയിട്ടു. 2019 കഴിഞ്ഞില്ലേ, 2020 കടന്നില്ലേ? ഓരോ ദിവസവും ഖബറിലേക്ക് നടക്കുകയല്ലേ? ഈ സദുറൂസിന്റെ മുറ്റത്തിന്റെ കേൾക്കാനത്തെ എന്റെ പ്രിയപ്പെട്ട ക്ഷുഭിത യൗവനത്തോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എന്റെ പ്രസംഗത്തിന്റെ സമാപനത്തോട് ബന്ധപ്പെടുത്തിയിട്ട്, സഹോദരാ, ഓരോ കാലടി എടുത്ത് വെക്കുമ്പോൾ ഖബറിലല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നടന്ന് 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 നമ്മൾ ഖബറിലെത്തിച്ചേർന്നിടും, ഖബറിലെത്തിച്ചേർന്നിടും. ബാക്കി അതൊന്നും അറിഞ്ഞൂടാ. നഗ്നമേനികൾ നീല രാവിൽ ഉരയുന്ന സുഖമല്ല പ്രണയം. അതൊക്കെ നമ്മുടെ തത്തിക്കളിക്കുന്ന ഈരടികളാ മോനെ. യഥാർത്ഥത്തിൽ ചുണ്ടിൽ സ്ഥാനം പിടിക്കേണ്ട ഈരടികളാണിത്. ഓരോ കാലടി എടുത്ത് മുമ്പോട്ട് വെച്ചപ്പോ, ഇവിടെ വന്ന് ഈ സദസ്സില് വാലിനി വിനീതനിറങ്ങിയപ്പോ, ആ മുറ്റത്ത് നിന്ന് ഇവിടേക്ക് വെച്ച 100 കാലടി അത് അല്ലാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് എനിക്ക് കുറഞ്ഞതല്ലേ? ഓരോ കാലടി നടന്നതും ഖബറിലേക്കല്ലേ? നടന്ന് 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 നമ്മൾ ഖബറിലെത്തി ചേർന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും. സഹോദരാ, ഓരോ ദിവസവും ആയുസ്സിൽ കുറയുകയാ. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദരാ ഖബറാണേ. മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ മലയാള ഭാഷയുടെ സാഹിത്യ സൗകുമാരത്തെ തന്റെ ക്ഷണികമായ കാവ്യ പല്ലജങ്ങളോട് ചേർത്ത് പിടിച്ചിട്ട് മലയാള ഭാഷയ്ക്ക് ആത്മീയതയുടെ ഈരടിയുടെ സമൃദ്ധം നൽകിയ മഹാനായ തഴവ ഉസ്താദ് നമ്മുടെ ഖബറിലേക്കുള്ള നടത്തത്തെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയോ? ഗർഭാശയം വിട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദരാ ഖബറാണേ. ഉമ്മാന്റെ ഗർഭാശയത്തിന് തുടങ്ങിയ യാത്രയല്ല മുഅ്മിനേ, അവസാനിക്കുന്നത് പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഉള്ളിലല്ലേ? 60 വർഷമായെന്ന് പറഞ്ഞാൽ 60 വർഷമായി ഖബറിലേക്ക് നടക്കുകയല്ലേ എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ 60 വയസ്സുള്ള വൃദ്ധൻ പറഞ്ഞു അത്രേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് കേട്ടപ്പോ ആ വൃദ്ധൻ പറഞ്ഞു, ഇന്നാലില്ല, വലിയൊരു മുസീബത്ത് വരുമ്പോഴല്ലേ നമ്മൾ ഇസ്തിർജാ പറയാ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജി. എന്നെ നോക്ക് മനുഷ്യന്മാരെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എന്തിനാ ഇങ്ങോട്ട് നോക്ക്? അരമണിക്കൂർ കണ്ട് നിങ്ങൾ എങ്ങോട്ട് നോക്ക്? ഇപ്പൊ എന്നെ നോക്ക്. ഇതാണ് വഅലിന്റെ കർമ്മകാണ്ഡം. ഇതാണ് അയാള് പറഞ്ഞു. 60 വയസ്സുള്ള വൃദ്ധൻ പറഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ മഹാനവറുകൾ ഇദ്ദേഹം പേടിച്ചിട്ട് പറഞ്ഞു, 60 വയസ്സുള്ള മഹാനവറുകൾ 60 വയസ്സുള്ള ഒരു ഉപ്പ നിസ്കരിക്കാൻ പള്ളിയിലോട്ട് വരിക. അപ്പൊ സക്കാഫി ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സായിട്ട് ഖബറിലേക്ക് നടക്കുക അല്ലേ എന്ന ഉപ്പാപ്പാനെ പറഞ്ഞാല് അദ്ദേഹത്തിന് എന്ത് പേടിയുണ്ടാവും? അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പേടിച്ചിട്ട് വർത്താനം പറഞ്ഞു.
ഉടനെ ആത്മീയതയുടെ ഗുരുവായ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ തദ്രി മാനാ ഖൗലുക മാനാ ഖൗലിക ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടാണോ പറഞ്ഞത്? നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ടാണോ പറഞ്ഞത്? നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ടാണോ പറഞ്ഞത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഇല്ല. മാനവറുകൾ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയാ, അതിന്റെ അർത്ഥം ഏതെന്നറിയോ? അനഅബ്ദുലില്ലാഹ് വ അന ഇലൈഹി റാജി. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ മടങ്ങുന്നത് അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. ഓ, അനഅബ്ദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, വാന ഇലൈഹി റാജി, ഞാൻ അവലേക്ക് മടങ്ങണവനുമാണ്. അത്ര അർത്ഥമുള്ളൂ. ഞാൻ അല്ലാഹുവിന്റെ മനുഷ്യന്മാരെ, ഞാൻ അല്ലാഹുവിന്റെ ആരോടെ പടച്ചോനെ വാത് പറയാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അടിമയുടെ ലക്ഷണവേള അടിമ. ഞാൻ റബ്ബിന്റെ അടിമയാണെങ്കിൽ അടിമയോട് ഉടമ ഒരു കാര്യം പറഞ്ഞാൽ അതെന്തിനാണെന്ന് ചോദിക്കാനേ പാടില്ല. അതാണ് അടിമ. അടിമ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാ എന്ന് പറഞ്ഞ ഉടമസ്ഥൻ പറഞ്ഞ് അടിമ ചോദിക്കരുത്, എന്തിനാ പറഞ്ഞെന്ന് ചോദിക്കരുത്. 5 നേരം നിസ്കരിച്ചോ, എന്തിനാ ഉടമേ ചോദിക്കരുത്. കാശുണ്ടെങ്കിൽ ഹജ്ജിന് വെക്കോ, എന്തിനാ പോണത് ചോദിക്കരുത്. അടിമയാണ്, റബ്ബിന്റെ അടിമയാണ്, അല്ലാഹുവിലേക്ക് ഞാൻ മടങ്ങുന്നവനാണ്. ആ സമയത്ത് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ. മഹാനവറുകൾ പറഞ്ഞു അത്രേ, ഏകനായ റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, ഏകനായ റബ്ബിന്റെ മുമ്പിൽ, ഖഹാറായ റബ്ബിന്റെ മുമ്പ്, ജബ്ബാറായ റബ്ബിന്റെ മുമ്പ് ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത പരമോന്നത കോടതിയുടെ ന്യായാധിപനായ റബ്ബിന്റെ മുമ്പ് പോയി നിൽക്കണമെന്ന് ഉറപ്പാണെങ്കിൽ പടച്ചറപ്പ് ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി തയ്യാറാക്കിയിട്ട് പോയിക്കോളണേ. സഹോദര സഹോദരി, മഹാനവറുകളുടെ ഹൃദയത്തിൽ തൊടുന്ന ഉപദേശമാണ്. നാളെ പടച്ചറപ്പിന്റെ വിചാരണയ്ക്ക് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാക്കിക്കോളണേ. ഉണ്ടോ മറുപടി? ഉണ്ടോ മറുപടി? പറ മനുഷ്യന്മാരെ. മാൻ റബ്ബുക്കാന്ന് മലക്കേ ചോദിക്കൂ, ഖബറിലെ ചോദിക്കൂ. എന്നാലും പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുൻകരും നക്കീറും വന്നിട്ട് ഖബറി വന്നിട്ട് ഉമറിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഉമറെ മൻ റബ്ബുക്കാന്ന് ചോദിച്ചാൽ അവരോട് ഉമർ തിരിച്ചു ചോദിക്കും, എന്റെ റബ്ബ് അല്ലാഹുവെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ജീവിച്ചത്. മൻ റബ്ബുക്കുമാ, നിങ്ങളുടെ റബ്ബാരാന്ന് ഞാൻ തിരിച്ചു ചോദിക്കുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും, മൻ റബ്ബുക്കുമാ. അതാണ് ഉമർ. ആരാണ്? പറ മനുഷ്യന്മാരെ. അതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹാബ, ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വർഗ നരകങ്ങളെ കണ്ടു. അങ്ങനെ ഞാൻ സ്വർഗം കണ്ടപ്പോ ആ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു. ആ സ്വർഗത്തിലെ മണിമാളിക, അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പിന്നെന്ത് പറയാ ഹബീബേ ഉള്ളറാ. തഴവ ഉസ്താദിന്റെ വരിയ ഈ സഹോദരൻ അത് പാടിയിട്ടുണ്ട്. അത് മാഷാ അല്ലാഹ്. ഞാൻ ഈ വാത് പറയുമ്പോൾ പലപ്പോഴും പാടും, പക്ഷെ എന്റെ കൂടെ പാടുന്ന ഒരാളെ കണ്ടത് ഇപ്പോഴാണ്. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇത് പാടി പഠിക്കണം. തഴവ ഉസ്താദിന്റെ ബൈത്തൻ, അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. മാഷാ അല്ലാഹ്. ഇത്ര മനോഹരമായി സ്വർഗത്തെ വിവരിച്ച ഒരു കവിത വേറെയില്ല. നിങ്ങൾ വായിച്ച് പഠിക്കണം. അൽ മവാഹിബുൽ ജലിയ. മലയാള ഭാഷയിൽ ഇത്ര ഇത് തഴവ ഉസ്താദ് പേപ്പറിൽ എഴുതിയതല്ല, കട്ടിലുമ ഇങ്ങനെ കിടക്കും, കിടന്നിട്ട് ഇങ്ങനെ പാടും, ശിഷ്യന്മാര് താഴെ ഇരുന്ന് എഴുതിയെടുക്കും. ഒരു റെഫറൻസും ഇല്ല. അത്രയ്ക്ക് വലിയ മഹാനായിരുന്നു. നവ്വറല്ലാഹു മർക്കദ.
കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലെ തടവയിലാണ് ഖബർ. സിയാറത്ത് ചെയ്യുന്ന അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. കട്ടിലേ കിടക്കും, എന്നിട്ട് അങ്ങട് പാടും, ശിഷ്യന്മാരിരുന്ന് എഴുതും. നിമിഷ കവിയാണ്. അങ്ങനെ കിടന്നപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ അസുഖങ്ങളാണ്, ദുആ ചെയ്യണേ. ഉടനെ രണ്ടുപേരും പാട്ട്. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ. കാസർഗോഡ് ധാരാളം വാത് പറഞ്ഞിട്ട് ഉസ്താദ് കാസർഗോഡ് വന്നിട്ട് കാസർഗോഡിനെ കുറിച്ച് പാട്ട് പാടിയിട്ടുണ്ട്. വാതിന് കാസർഗോഡ് ഈ കൂട്ടാങ്കറി ഉണ്ടല്ലോ, അതെല്ലാവർക്കും അത്ര പിടിക്കൂല. എനിക്ക് പ്രത്യേകിച്ച് കാസർഗോഡ് ഒരു കറി ഒരു മഞ്ഞക്കറിയാണ്. നമ്മുടെ നാട്ടിൽ നല്ല എരിവുള്ള കറിയാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഹോട്ടലിൽ നല്ല ഭക്ഷണമാണ്. എന്താ ഹോട്ടലിൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ല എരിവൊക്കെ ഉള്ള കറിയാണ്. പക്ഷെ വീടുകളിൽ ഒരുമാതിരി ഒരു മഞ്ഞ തേങ്ങ അരച്ച കറിയാണ്. എന്താ അതിന്റെ വ്യത്യാസം എന്നറിയില്ല. അപ്പൊ ഇവിടുത്തെ കൂട്ടാങ്കറി തെക്കുന്ന് വരുന്നവർക്ക് ഇച്ചിരി പാടാൻ. പക്ഷെ വഹ്ല് പറയാൻ, വഹ്ല് നടത്താനും പറയാനും ഇത്ര ഉശിരുള്ള കാസർഗോഡുകാരെ പോലെ വേറൊരാള് ഇല്ലതാനും. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് തഴവ ഉസ്താദ് സ്റ്റേജിൽ കയറി. എന്നിട്ട് ഉടനെ പാട്ടുപാടി, വഹ്ലിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. വഹ്ലിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ എന്ന് പാടിയ മഹാനായ തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, അല്ലാഹു ഖബറിടം വിശാലമാക്കട്ടെ. മഹാനവറുകൾ പാടിയതുപോലെ സ്വർഗത്തിൽ ഞാൻ ഒരു മണിമാളിക കണ്ടു സഹാബ. ആ മണിമാളികയുടെ മുറ്റത്തര ഒരു പെൺകുട്ടി wudu എടുത്തുകൊണ്ട് നിൽക്കുകയാ. ആ പെൺകുട്ടി മുറ്റത്തിരുന്ന് wudu എടുക്കുന്നത് കണ്ടപ്പോ ഞാൻ ആ മണിമാളികയിലോട്ടൊന്ന് കയറാൻ നോക്കിയപ്പോ, കണ്ടാല് നയന മനോഹരമായ മാളികയിലൊന്ന് കയറാൻ നോക്കിയപ്പോ ആ വീടിന്റെ മുറ്റത്തൊരു പെണ്ണിരുന്ന് wudu എടുക്കുന്നു. അത് കണ്ടപ്പോൾ എന്റെ കൂടെ നിന്നവരെ പറഞ്ഞു, നബിയേ അത് അങ്ങയുടെ അനുയായി ഉമറിന്റെ കൊട്ടാരമാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ആ വീട്ടിലോട്ട് കയറിയില്ല സഹാബ. കാരണം ഉമറിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ wudu എടുത്തുകൊണ്ടിരിക്കുമ്പോ സ്വപ്നത്തിലാണെങ്കിലും ഞാൻ അവളോട്ട് കയറുന്നത് ഇഷ്ടമില്ല. തന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ അന്യപുരുഷൻ കാണരുതെന്ന് മതബോധത്തിൽ ഉടലെടുക്കുന്ന ഉമറിന്റെ ഒരു ഈർഷ്യതയുണ്ടല്ലോ. ആ ഈർഷ്യതയുണ്ടാകുമെന്ന് കരുതിയിട്ട് ഞാൻ കയറിയില്ലെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് അഗാറുൻ അലൈക യാ റസൂലല്ലാഹ്, ഉമറിന് അങ്ങയോട് ഈർഷ്യതയോ നബിയേ? സഹോദര, ഒരു കാലഘട്ടം മുഴുവനും അനാവശ്യത്തിലൂടെ നടന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ഹിസാബ് കഴിഞ്ഞിട്ട് സ്വർഗ്ഗത്തിന്റെ മാളിക കൊടുത്തെന്ന് മുത്ത് ഹബീബ് പറയുമ്പോ 60 വയസ്സുള്ള വൃദ്ധനോട് ഹബീബായ നബി തങ്ങളുടെ വാക്ക് സ്വീകരിച്ച് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഇദ്ലി സുആലി ജവാബാ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ അവിടെ പറയാനുള്ള മറുപടി നിങ്ങൾ തൂത്തിയാക്കിയിട്ട് പോണേ. അല്ലാഹു നമുക്കതിന് മറുപടി പറയാൻ, നമ്മുടെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, പശ്ചാത്താപത്തോടെ പടച്ച റബ്ബിലേക്ക് നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഏത് ദരിദ്രനെ കുറിച്ചാ പറഞ്ഞത്? രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സ്മരണയുള്ള ദരിദ്രൻ. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. എന്ത് ദരിദ്രനാക്കുന്നതിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ? തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ കരഞ്ഞു ദുആ ചെയ്ത്, റബ്ബേ അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഅമിത്നി മിസ്കീന, റബ്ബേ എന്നെ മിസ്കീനാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊരു സംഭവം പറഞ്ഞു തരട്ടെ. ഒരു